വലിയ ബാങ്കുകളും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും ഓർഡർ ബ്ലോക്ക് വഴി ലാഭം ഉണ്ടാക്കുമ്പോൾ നമ്മളും അതിനിടയിൽ ചെറിയ അവസരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്നു. അത്രയേ ഉള്ളൂ. ഓർഡർ ബ്ലോക്ക് വഴി ഇൻട്രാഡേ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള സ്റ്റഡി തുടരുകയാണ്. മുൻ വീഡിയോയിൽ മനസ്സിലാക്കിയതിന്റെ ചുരുക്കം ഇതാണ്. പ്രൈസ് ശക്തമായി ഒരു ഡയറക്ഷനിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അൺഫിൽഡ് ഓർഡേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് വീണ്ടും വരും എന്ന തിയറിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു ഓർഡർ ബ്ലോക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കൂടിയേ തീരും. അതായത് ഉദാഹരണത്തിന് ഒരു അപ് ട്രെൻഡ് ചാർട്ട് എടുത്താൽ ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്ത് പോകുന്നിടത്ത് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹൈയോ ലോയോ ക്രിയേറ്റ് ചെയ്യണം. ഒരു ആക്ച്വൽ ചാർട്ട് വെച്ച് പറഞ്ഞു തരാം. ഇതുപോലെ ഒരേ ഷേപ്പിൽ പോകുന്ന പാറ്റേൺ വിട്ട് മാർക്കറ്റ് ശക്തമായി സഞ്ചരിക്കുമ്പോഴാണ് നല്ലൊരു ഓർഡർ ബ്ലോക്ക് ലഭിക്കുക. ഇത് എങ്ങനെയാണ് ആളുകൾ ട്രേഡിംഗിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഒരു സൈഡിലേക്ക് ഇൻഎഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്ത് പോയാൽ ശ്രദ്ധിക്കുക, ഇൻഎഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്ത് പോയാൽ പിന്നീട് അവിടെ മിസ്സായ വാക്യൂം ഓർഡർ കളക്ട് ചെയ്യാൻ മാർക്കറ്റ് തിരിച്ചു വരും. ഈ ചാർട്ട് കണ്ടോ, ഇൻഎഫിഷ്യൻസി ക്രിയേറ്റ് ആയിട്ടുണ്ട്, പിന്നീട് മാർക്കറ്റ് ഓർഡർ കളക്ട് ചെയ്യാനായി തിരികെ വന്നു. റിവേഴ്സൽ വരുമ്പോൾ സൂചനയെ റിജക്ഷൻ ക്യാൻഡിലും ചേഞ്ച് ഓഫ് ക്യാരക്ടറും മാർക്കറ്റ് തന്നെ കാണിച്ചു തരും. വരും ദിവസങ്ങളിൽ ഇതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് കവർ ചെയ്യാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്